ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ബോബി ഡിയോളിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ ഹീറോയിൻസിനെ ശല്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ താങ്കളെ കണ്ട ഒരു നിഷ്കളങ്കനെ പോലെയുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് പോലെ തോന്നില്ല. പക്ഷേ ആദ്യത്തെ സിനിമയിൽ അതിൽ ട്വിങ്കിൾ കണ്ണയാണ് താങ്കളോടൊപ്പം ഉണ്ടായിരുന്നത്. അവരടുത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം താങ്കൾ വഴക്കുണ്ടാക്കും. അതെ, അന്ന് ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പമായിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ടേ സ്റ്റൊമക് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ വയറിനെക്കുറിച്ചേ പറയൂ. ഇന്ന് ഇങ്ങനെയായി, അങ്ങനെയായി, ഇന്ന് വന്നില്ല, ഇനി ചിലപ്പോൾ വരാം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. ആൻഡ് അതുകൊണ്ട് മാത്രമല്ല സംസാരിച്ചത്, പോട്ടി ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ദേഷ്യം വരില്ല. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇത് ശരിക്കും വല്ലാത്ത ടെൻഷനാണ്. കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അത് ശരിക്കും വന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോക്കാണ്. അവർ ആദ്യത്തെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ നേരിട്ടത് പറയുകയുണ്ടായി, ബോബിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു, ഇൻ്റർവ്യൂവിൽ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ചെറിയ പ്രായമായിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം താങ്കൾ ക്രൂസിൽ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ന്യൂസ് വന്നിരുന്നു, അതായത് ട്വിങ്കിളിനോടൊപ്പം ചേർന്ന് ബോബി സൺബാത്ത് ചെയ്യുന്നു എന്ന്. കള്ളപ്രചരണം നടത്തുന്നവർക്ക് എങ്ങനെയൊക്കെയാണോ ഇതൊക്കെ തോന്നുന്നത്, എങ്ങനെ എഴുതുന്നു എന്നറിയില്ല. അങ്ങനെ ഒരിക്കൽ പോലും നടന്നിട്ടില്ല. അക്ഷയ് ദേഷ്യപ്പെട്ടെന്ന് കേട്ടു. ഇല്ല, അങ്ങനെ ഒരിക്കലും നടന്നിട്ടില്ല. എല്ലാം കള്ളമാണ്. ഇതൊക്കെ വെറും ഗോസിപ്പ് മാത്രമാണ്. ബിച്ചു ഷൂട്ടിങ്ങിന്റെ സമയത്ത് താങ്കൾ റാണി മുഖർജിയെ 1.5 അടിയെന്ന് കളിയാക്കുമെന്ന് കേട്ടു. റാണി എൻ്റെ വളരെ നല്ല ഫ്രണ്ടാണ്. ഞങ്ങളുടെ സൗഹൃദം ബിച്ചു സിനിമയിൽ നിന്നാണ് ആരംഭിച്ചത്. ഞങ്ങളൊരു സോങ് എടുക്കുമായിരുന്നു. അപ്പോൾ വെള്ളത്തിന് മുകളിൽ റാപ്പ് പോലൊന്നുണ്ടായിരുന്നു. നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. റാണി പറഞ്ഞു, ഞാൻ ഇങ്ങനെ നിൽക്കാം, കാറ്റ് നന്നായി അടിക്കുന്നുണ്ട്, എൻ്റെ മുടി അങ്ങനെ പറക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ഫേസിന് മുന്നിലേക്ക് മുടി ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വേണ്ട, രണ്ടുപേരും സൈഡിൽ നിൽക്കാം, അപ്പോൾ രണ്ടുപേരുടെ മുടിയും ഒരു ഭാഗത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അവരും അത് സമ്മതിച്ചില്ല, ഞാനും സമ്മതിച്ചില്ല. വലിയ വഴക്കായി. ആ ഒരു തവണ വഴക്കിട്ടുള്ളൂ. പിന്നീട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. എൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് തീരുന്നവരെ അവരുടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവും. വീട്ടിൽ നിന്ന് മീനൊക്കെ എടുത്തുകൊണ്ട് വരും. അവർ ബംഗാളിയാണ്. ആഹാരം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അവരോടൊപ്പം അഭിനയിച്ചത് നല്ലൊരു അനുഭവമായിരുന്നു. 2 സിനിമ അവരോടൊപ്പം ചെയ്തു. ബാദൽ, ബിച്ചു, രണ്ടും സൂപ്പർ ഹിറ്റ്. ആൻഡ് ഷീസ് എ വണ്ടർഫുൾ പേഴ്സൺ. പ്രീതി സിന്റെ താങ്കൾ പ്രീതം സിംഗ് എന്ന് വിളിക്കും. ഞാനവരെ പ്രീതം സിംഗ് എന്നേ പറയൂ. ഞാൻ അവരോടൊപ്പം സോൾജിയർ ചെയ്തിരുന്നു. ആക്ച്വലി പ്രീതി എനിക്ക് മുമ്പേ തൊട്ടറിയാം. ഞാൻ ഒരുപാട് പാർട്ടീസിന് പോകും. എൻ്റെ സിനിമകൾ റിലീസാവാത്തതുകൊണ്ട് ഞാൻ രാത്രിയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കും. സോ അച്ഛൻ്റെ വാൻ എടുത്തോണ്ട്, അച്ഛൻ ഔട്ട്ഡോർ പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ വാൻ എടുത്തോണ്ട് ഞാൻ കറങ്ങാൻ പോകും. ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകും. പിന്നെ അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ പോകും. പ്രീതിയുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആക്ച്വലി കണ്ടുമുട്ടിയത്. ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിരുന്നു എൻ്റെ പേര് പ്രീതം സിംഗ് അല്ലെന്ന്. ഇന്റർനെറ്റിൽ അവരുടെ യഥാർത്ഥ പേര് പ്രീതം സിംഗ് എന്ന് വന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഷീസ് ആൾസോ വണ്ടർഫുൾ. ആക്ച്വലി അവരോടൊപ്പമുള്ള അനുഭവം വളരെ സന്തോഷകരമാണ്. ഇപ്പോൾ അവരമ്മയാണ്. 2 കുട്ടികളുണ്ട്. കുറച്ചു ദിവസം മുമ്പ് ഞാനും താനിയും അവരോടൊപ്പം ഡിന്നറിന് പോയിരുന്നു. ദാറ്റ്സ് നൈസ് ടു സീ ഹർ. താങ്കളുടെ മറ്റൊരു കോസ്റ്റാർ ആ സമയത്ത് വലിയൊരു ഹീറോയിൻ ആയിരുന്നു. മനീഷ കൊയ്രാള ഗുപ്തിൽ അഭിനയിക്കുമ്പോൾ താങ്കൾ അവരോടൊപ്പം ഇന്റിമേറ്റ് സീൻ അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞെന്ന് കേട്ടു. ആക്ച്വലി അങ്ങനെയൊന്നും സംഭവിച്ചു. അവർക്ക് വായ്നാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. കൊടൈക്കനാലായിരുന്നു ഷൂട്ടിംഗ്. അവിടെ അന്ന് ഭയങ്കര തണുപ്പായിരുന്നു. പോകുന്ന സമയത്ത് വേവിച്ച കടല, അതിൽ സവാളയും പിന്നെന്തൊക്കെയോ ഇട്ടു തന്നു. അത് എരിവും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അതവര് ഇഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരുന്നു. ശരിക്കും ആ സീനിൽ അവരെന്റെ അടുത്ത് വന്ന് എൻ്റെ ഇവിടെ ഇങ്ങനെ കടിക്കണം. അവരുടെ ആ സവാളയുടെ നാറ്റം കാരണം എനിക്ക് എക്സ്പ്രഷൻ വന്നില്ല. അതിനെങ്ങനെ പകരം വീട്ടണമെന്ന് ചിന്തിച്ചു. അപ്പോൾ ഒരു സീൻ എടുക്കുമായിരുന്നു. കോളേജിൽ വെച്ച് അവരുടെ ബ്രദർ എന്നെ തല്ലുന്ന സീനായിരുന്നു. അദ്ദേഹം പുതിയ ആക്ടറാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ സവാള കഴിക്കുക, ആക്ടിങ് ഇംപ്രൂവ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ സവാള ഒരുപാട് തീറ്റിച്ചു. അത് കഴിഞ്ഞ് ഷോട്ട് വരുന്ന സമയത്ത് മനീഷയ്ക്ക് അത് കണ്ട ഭാവം പോലുമില്ല. ആ ഏജിലെ മെച്യൂരിറ്റി ഉണ്ടാവില്ലല്ലോ. സോ അങ്ങനെയൊക്കെ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പബ്ലിക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ സർ. ഹലോ സർ, ഞങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അച്ഛന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഫാൻസിനെ എല്ലാം അടിക്കുമെന്നുള്ളൊരു വാർത്ത.
താങ്കൾക്കും താങ്കളുടെ ഫാൻസിനെതിരെ എന്തെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ടോ സർ? താങ്കളുടെ ജീവിതത്തിൽ അതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ഒന്ന് ഷെയർ ചെയ്യാവോ? അച്ഛനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും എന്തെങ്കിലും തെറ്റായി പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് സഹിക്കാനാവില്ല, അത് ക്ഷമിക്കുകയില്ല. അദ്ദേഹത്തിന്റെ കൈ വളരെ വലുതാണ്, ഉറപ്പായും 2-3 അടിയെങ്കിലും വീഴും. അത് കഴിഞ്ഞ് അച്ഛൻ തന്നെ പോയി അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആഹാരം കൊടുക്കും, പാല് കൊടുക്കും, ഡ്രസ്സും വാങ്ങിച്ചു കൊടുക്കും. അദ്ദേഹം അങ്ങനെയാണ്. പക്ഷെ എനിക്ക് അതുപോലെ ചെയ്യാനൊന്നും ഇഷ്ടമില്ല. ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം മുതൽക്കേ ഒരാളെയും തല്ലേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. എനിക്കത് ഇഷ്ടവുമല്ല. ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടുമില്ല. ധർമ്മേന്ദ്ര സാറിനെ പറ്റി ഒരു പടം എടുത്താൽ താങ്കളുടെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം ആരഭിനയിച്ചാലാണ് കൂടുതൽ നന്നാവുക? താങ്കളാണോ, സണ്ണിജിയാണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ? ആരെ കൊണ്ട് സാധിക്കില്ല. അദ്ദേഹത്തെ പോലെ മറ്റൊരാൾക്കാവാൻ കഴിയില്ല. അദ്ദേഹം ഒരു ലെജൻഡാണ്, അത്ര നല്ല കലാകാരനാണ് അദ്ദേഹം. ബോബി, അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. അതുപോലെ താങ്കൾക്കും സണ്ണിക്കും അദ്ദേഹത്തിന് മേലുള്ള സ്നേഹത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. സണ്ണിയെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം എപ്പോഴും അച്ഛന്റെ പിന്നിൽ ഒരു ചുവര് പോലെ നിൽക്കും. അദ്ദേഹം ആപ്കി അദാലത്തിൽ വന്ന സമയത്ത് സണ്ണിയാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വന്നത്. അതെ, ഇവിടെ അടുത്തു വന്നിരുന്നു. ഞാൻ എപ്പോഴും പറയും, ഞാൻ ശരിക്കും ബ്ലസ്ഡ് ആണെന്ന്. അങ്ങനെയൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അത്ര നല്ല അച്ഛനും അമ്മയും എനിക്ക് കിട്ടി. താങ്കളുടെ സെന്റിമെന്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ലോകത്തിനും അതറിയാം. ഈ സെന്റിമെന്റ് എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒന്നാണ്. താങ്കൾ അച്ഛന്റെ മേൽ വെച്ചിരിക്കുന്ന ആ സ്നേഹം അത് എല്ലാവർക്കും അറിയാം. എന്നെ സംബന്ധിച്ച് ലോകത്ത് ഇങ്ങനൊരു സഹോദരനെ കിട്ടുന്നത് പുണ്യം തന്നെയാണ്. താങ്കൾക്കത് ലഭിച്ചിരിക്കുന്നു. എന്റെ അച്ഛനെ പോലെ ആരും ഉണ്ടാവില്ല. അത് സത്യമാണ്. ധർമ്മേന്ദ്ര സാറിനെ പോലെ മറ്റൊരാളില്ല. ഈ നോട്ടോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്.